അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാർട്ട് 2 തച്ചമ്പാറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ മുന്നത്തെ വീഡിയോ അവസാനിപ്പിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ വീഡിയോ. അമ്പലത്തിൽ പോയി വന്ന ശേഷം ഞങ്ങൾ നേരെ നേരെ താഴെയുള്ള അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതായത് ഞങ്ങളുടെ വീടും സുരേഷിൻ്റെ വീടും ഒരേ കോമ്പൗണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നടന്നാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പോയിട്ട് സുമേമയും അശ്വതിനെയും സുരേഷിയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ വരവിൽ ഞങ്ങൾക്ക് സുരേച്ചി രവേച്ചിയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കൊടുങ്ങല്ലൂർ ഭരണിക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതേപോലെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് കാണുമ്പോഴാണ് ഞാൻ ആ ലാസ്റ്റ് ക്ലിപ്പിൽ ജിജോനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചത്. അതായത് ഉഷമയുടെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത് മുറ്റത്ത് ആദിത്യനും സിംഗിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തിണ്ടിലിരിക്കുന്ന ഒരാളില്ലേ, അതാണ് ജിജോ. അതായത് നമ്മുടെ ഫാമിലി പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ഫാമിലിയും കൂടെ ഉണ്ട്. പപ്പ മമ്മി എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. അവർക്ക് 3 മക്കളാണുള്ളത്, സിജോ, സജോ, ജിജോ. അതിൽ 3ാമത്തെ ആളാണ് ജിജോ. അപ്പോൾ ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ എക്സ്പ്രഷൻ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കും ഇപ്പം 4 വയസ്സ് പ്രായമുള്ള ഒരു മകനാണുള്ളത്. ഇപ്പോഴത്തെ വികൃതിയൊക്കെ കാണാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ കൂടുന്നത് എന്നുള്ളൊരു എക്സ്പ്രഷനിലായിരുന്നു ആളിരിക്കുന്നുണ്ടായിരുന്നത്. ആ കണ്ടതാണ് ഞങ്ങളുടെ അശ്വതി. ഞാനും അക്ഷരി അശ്വതി തന്നെയാണ് ഒരുവിധം എല്ലാത്തിനും ഒരുമിച്ചിട്ടുണ്ടാവലുള്ളത്. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വെറുതെ ഇരുന്ന് പാട്ട് പാടിയിട്ടെങ്കിലും സമയം കളയലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വല്ലപ്പോഴും കാണലുള്ള കാരണം ഇങ്ങനെ വിശേഷങ്ങൾ പറയലും ആയിട്ട് സമയം കളയലാണ് മെയിൻ പരിപാടി. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ സുമേമ ബാങ്കിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അതായത് സുമേമേനെ നേരെ കാണാനും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൾ നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ട് ഭക്ഷണം കഴിക്കൽ പരിപാടിയാണ്. മാതാശ്രീയുടെ ഈ ഒരു നടത്തം എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ലൗലി ആൻറ്റിയുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ അധികവും കോഴിമുട്ട വാങ്ങലുള്ളത്. അപ്പോൾ അന്ന് മുട്ട വാങ്ങാൻ വേണ്ടി പോവുമായിരുന്നു അമ്മ അവരുടെ അടുത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ വണ്ടി ഓട്ടിക്കാൻ അവളും ബാക്കിലിരിക്കാൻ ഞാനും. എനിക്ക് ചെറുതായിട്ട് മടിയാണ് വണ്ടി ഓട്ടിക്കാൻ. അങ്ങനെ ഞങ്ങൾ തച്ചന്മാരൊക്കെ പോയി വന്നിട്ട് വീടെത്തിയപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ അനിയത്തിയായി രജനി മേമ്മ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഇതാണ് കേട്ടോ മൂർക്കഞ്ചോല തറവാട്. പണ്ട് അച്ഛനും അച്ഛമ്മയും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികളും വലിയവരും അടുത്തുള്ളവരും എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഹാളിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചീട്ടുകളി, തായംകളി, സാറ്റ് കളി, എല്ലാ പരിപാടികളും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പം എന്താ വെച്ചാൽ ആളും അനക്കും ഇല്ലാത്ത കാരണം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം പിന്നെയും ഞാൻ ഉഷമേമ്മനോടേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷമേമ്മയുടെ ട്യൂഷൻ കുട്ടികളുടെ സെൻഡ് ഓഫ് പരിപാടികളായിരുന്നു കേട്ടോ, കലാപരിപാടികൾ.
എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖം വേറെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് കിട്ടുമോ? ഒന്നും ചെയ്യാതെ ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വെറുതെ ഇരിക്കുന്നൊരു സുഖം, ഇങ്ങനെ ഇരുന്ന് ആടുമ്പോഴുള്ളൊരു സുഖം. പക്ഷെ അത് അധിക നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.